മാർബിളുകൾ എങ്ങനെയാണ് പ്രോപ്പർ ലേയിങ്, അതിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് ലേ ചെയ്യണം, ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമസ്കാരം. നമ്മൾ ഫ്ലോറിങ്ങിലേക്ക് ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോലും നമ്മുടെ ഫ്ലോറിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്, ആദ്യകാലം തൊട്ടേ ഉപയോഗിച്ച് വരുന്ന, ഇപ്പോഴും ധാരാളം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മാർബിളുകൾ. മാർബിളിനെ കുറിച്ച് ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു. നമ്മുടെ രാജസ്ഥാനിലൊക്കെ പോയിട്ടുള്ള എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പ്രധാനമായിട്ടും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇത് എങ്ങനെ കൃത്യമായിട്ട്, അതായത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് മാർബിൾ ലേ ചെയ്യുക എന്നതിനെക്കുറിച്ച്. കാര്യം മാർബിൾ ലേ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നാച്ചുറൽ മെറ്റീരിയലാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള വിയർ ആൻഡ് ടിയേഴ്സ് ഉണ്ട്. അതെങ്ങനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, പ്രോപ്പറായിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച്, അതിൽ ഉപയോഗിക്കേണ്ട കെമിക്കൽസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള എങ്ങനെയാണ് പ്രോപ്പർ ലേയിങ്, അതിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് ലേ ചെയ്യണം, ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിനായിട്ട് ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ കോട്ടക്കിലാണ്. എൻ്റെ ഒപ്പം ഉള്ളത് മാർബിൾ ലേ ചെയ്യുന്ന, മാർബിളും ടൈലും ഒക്കെ ലേ ചെയ്യുന്ന, അത് പ്രോപ്പറായിട്ട് ലേ ചെയ്യുന്ന നിയാസ് പ്രോ ഉണ്ട്. അദ്ദേഹം ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കിന്ന് കാണാം എങ്ങനെ പ്രോപ്പറായിട്ട് മാർബിൾ ലേ ചെയ്യാം എന്നതിനെക്കുറിച്ച്. ഞാൻ ജയശങ്കർ, ഹമാൻ കമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എന്റെ ഒപ്പമുള്ള നിയാസ് പ്രോ ആണ്. നിയാസ് പ്രോ നമസ്കാരം. നമസ്കാരം. കോട്ടക്കല് കറക്റ്റ് എവിടെയത്? കോട്ടക്കൽ ആരോഗ്യശാലിന്റെ അടുത്ത് ചുറ്റുവട്ടത്ത് തന്നെയാണ്. 1.5 കിലോമീറ്റർ അറൗണ്ട്. ഓക്കെ. എത്ര വർഷമായി നിങ്ങൾ ഈ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്? 20 വർഷത്തോളമായി. 20 കൊല്ലമായി. എനിക്ക് തോന്നുന്നു ഈ ഞങ്ങളുടെ അവിടെ നിന്ന്, ഇപ്പൊ ഞാൻ കോട്ടയമാണ്, നമ്മളോട് ഇങ്ങോട്ട് വരുന്നതോറും മാർബിളിന്റെ ഒരു സ്വാധീനം കൂടുതലാണ്. തീർച്ചയായിട്ടും ഒരുപാട് മാർബിളിന്റെ ഹബ്ബ് ഈവൻ മലപ്പുറം, കാലിക്കറ്റ്, അതെ അതെ, ഒരു മലബാർ ഹബ്ബാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാർബിൾ തന്നെയാണ്. ഇതില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫാക്ടറി വീഡിയോ, മീൻസ് ക്വാറി വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് ബേസിക് ആയിട്ട് ചോദിച്ച സാധനമാണ് എങ്ങനെ പ്രോപ്പറായിട്ട് ലേ ചെയ്യുക എന്നതിനെ കുറിച്ച്. ഇപ്പൊ ടൈല് പോലും ലേ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കണക്കും കാര്യങ്ങളും ഉണ്ടല്ലോ. മാർബിൾ പ്രത്യേകിച്ച്, കാര്യം അതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഏറെയുള്ള പ്രൊഡക്റ്റ്. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള മാർബിൾ ലേയിങ് മെത്തേഡ്, എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? പ്രോപ്പർ ആയിട്ടുള്ള മാർബിൾ ലൈൻ മെത്തേഡ് എന്ന് മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലേബറെ ചൂസ് ചെയ്യാം. അവിടെ നിന്നാണല്ലോ തുടക്കം. അതിനുശേഷം നമ്മൾ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. മുമ്പൊന്നും അതില്ലായിരുന്നു. ഇപ്പൊ നാച്ചുറൽ പ്രൊഡക്റ്റിന് എന്താ പറയാ, ലൈഫ് ലോങ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ തന്നെ പറയാൻ പറ്റുമോ? അങ്ങനെ തന്നെ പറയാം. അതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ടും കുറെയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് പറ്റി ഒരുപാട് പ്രൊഡക്റ്റ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. അപ്പൊ വർഷങ്ങളായിട്ട് ഉണ്ട് അവർ മാർക്കറ്റിൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു എക്സ്പീരിയൻസും നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മളിപ്പോ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണിക്കാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഈ സൈറ്റിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്രൈമർ എന്ന് പറയുന്നത് സ്റ്റോൺ പ്രൈമറാണ്. ബാക്കോട്ട് ഇത് സാൻടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, ആവശ്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ഇത് സ്റ്റോൺ പ്രൈമർ, അതായത് ഒരു സൈറ്റിൽ ഫസ്റ്റ് മാർബിൾ ഇറങ്ങി കഴിഞ്ഞാൽ ലേ ചെയ്യാൻ വരുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഓരോ മാർബിളിന്റെ ബാക്കിലും ഇത് അപ്ലൈ ചെയ്യണം. ബ്രഷ് എടുത്തിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഒരു പെയിന്റ് പോലെയാണ്. ഓക്കെ, നമ്മുടെ നോർമലി ഉള്ള പ്രൈമർ പോലെ തന്നെയുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതെ, അത് നമ്മൾ മാർബിളിന്റെ ബാക്കിൽ കംപ്ലീറ്റ് ബ്രഷ് എടുത്തിട്ട് റോൾ ചെയ്ത്. അതുകൊണ്ട് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് നമ്മൾ ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷം ഭൂമിന്റെ അടിയിൽ നമ്മൾ, അതായത് ഫ്ലോറിൽ നിന്ന് കോൺക്രീറ്റ് നിന്നൊക്കെ ഫംഗസ് അങ്ങനെയുള്ള കളറുകൾ മേപ്പോട്ട് വലിക്കുന്നതിലോട്ട് അതിനൊക്കെ നല്ലൊരു മെറ്റീരിയലാണ്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതൊരു വാട്ടർ ബേസ്ഡ് ആണ്, അക്രലിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഇത് 5, എനിക്ക് തോന്നുന്നു 5 ലിറ്റർ 1 ലിറ്ററിലും കിട്ടും തോന്നുന്നു, അറിയില്ല. പിന്നെ 5 ലിറ്റർ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതെ, ഒരു സ്റ്റോൺ ലേ ചെയ്യുമ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്തത് പ്രൈമറാണ്. അത് നമ്മുടെ സ്റ്റോണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംഗതിയാണ്. ശരി, അതിനുശേഷമാണ് സ്റ്റോൺ ലേ ചെയ്യുന്നത്. ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓരോ ജോയിന്റിലും ജോയിന്റ് ഉണ്ടാവുമല്ലോ മാർബിൾ, ഈ 2 ജോയിന്റ് എന്തായാലും വരുമല്ലോ ഒരു മാർബിൾ ഇരിക്കുമ്പോൾ. ആ ജോയിന്റിൽ നമ്മൾ ക്രിസ്റ്റൽ ജെല്ലി എന്ന് പറയുന്ന ഇതൊരു ജെൽ ടൈപ്പ് മെറ്റീരിയലാണ്. ഓക്കെ, ഇത് രണ്ടും കൂടിയാ? ഇത് ഇതിന്റെ ഹാർഡർ ആണ്, ഇത് റെസിനാണ്, ഇതൊരു ഗ്രീസ് പോലെയാണ്. ഇത് ക്രിസ്റ്റൽ ആണ്, ക്ലിയർ ആണ്. അതെ, കറക്റ്റ് ക്ലിയർ ആണ്.
അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് ഏത് മാർബിളിലേക്കും കളർ ആഡ് ചെയ്തിട്ട് അതിനെ ആ കളറിലേക്ക് കൊണ്ടുവരാം. അതായത് നമ്മൾ ടൈലിൽ എപ്പോക്സി വിരിക്കുന്നത് പോലെ അതിന് പകരമായിട്ട് ജോയിൻ ഫ്രീ ആയിട്ട് നമുക്ക് തോന്നത്തക്ക രീതി ചെയ്യേണ്ട സാധനമാണ്. അതെ അതെ തീർച്ചയായിട്ടും അതന്നെ. കളേഴ്സ് വേണമെങ്കിലോ ആഡ് ചെയ്യാം. ഏത് ഡൈ ആഡ് ചെയ്യാം. ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് വിരിച്ച് ഇപ്പൊ ഈവൻ ഇന്ന് വിരിച്ചതാണെന്നുണ്ടെങ്കിൽ നാളെ കാലത്ത് നമുക്ക് ജോയിന്റ് ചെയ്യാം. ഒരു ഹാഫ് ആൻ അവറിൽ മാക്സിമം ഒരു 1 അവറിൽ ഇത് സെറ്റ് ആവും. 1 മണിക്കൂർ കൊണ്ട് ഇത് ആർഡർ എത്ര നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയിടുന്നോ അത്രയും ഫാസ്റ്റിൽ സെറ്റ് ആവും. കുറച്ചിടുമ്പോ സ്ലോലി സെറ്റ് ആവും. ഇതിനൊരു കവറേജ് ഒക്കെ എങ്ങനെയാണ് നമുക്ക്? ഇത് ഇതിലേക്ക് കറക്റ്റ് ആണ്. ഒറ്റ ഇത് മതി. അതെ ഒരു ഏരിയ നമുക്ക് ഇത് അപ്രോക്സിമേറ്റ് ഒരു അത് എങ്ങനെയാ പറയാ ഒരു 1500 സ്ക്വയർ ഫീറ്റ് മാർബിളിലേക്ക് ഇത് മതി. പിന്നെ മാർബിളിന്റെ ജോയിന്റ് ബിഗ് സൈസ് മാർബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വരില്ല. ഡിപ്പെൻഡ് ആണ്. അതെ മനസ്സിലായി. അപ്രോക്സിമേറ്റ് ഒരു ഫ്ലോറിൽ ഒരു 1500 വരെയൊക്കെ 1000 വരെയൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാം. ഇതാണ് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ്. അതായത് ജോയിന്റ് ഫ്രീ നമ്മൾ സാധാരണ പറയും. ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് മുമ്പ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് സിമെന്റ് ഇട്ടാണ്ട് അടച്ചാണ്ടൊക്കെ അതെന്താ വെച്ചാൽ പൊട്ടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഈവൻ മോട്ടർ ഇത്രയും വെയിറ്റുള്ള മോട്ടർ കയറി ഇങ്ങനെ ഓടുമ്പോൾ കല്ല് പിന്നെ എഡ്ജ് പൊന്തിയുണ്ടാവുന്നൊക്കെ മാർബിൾ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പൊ ഉണ്ടാവും വിരിക്കുമ്പോൾ. അപ്പൊ അതിൽ ഈ വെന്റ് വരുന്ന ഭാഗത്തൊക്കെ എഡ്ജ് പൊട്ടി ചെതറി പോകും. ഇതാകുമ്പോ അതൊന്നും കാണൂല. ഇപ്പൊ ഇതിനൊപ്പം നമുക്ക് ഒരു വൈറ്റ് മാർബിൾ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് അഡ്ഹസീവ് തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഇതിലേക്ക് ഞാൻ പറഞ്ഞ ഫസ്റ്റിൽ ഇത് ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് ഏത് കളർ മാർക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും ഇല്ലാണ്ട്. അടുത്തത് നമ്മള് വണ്ടർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉപയോഗിക്കും. സ്റ്റോൺ വണ്ടർ. ഇതിന്റെ ഒരു പേരാണ് കേട്ടോ, സ്റ്റോൺ വണ്ടർ. ഇത് എന്തിനു ഉപയോഗിക്കുന്ന വെച്ചാൽ എല്ലാ മാർബിളിനും ഇത് നേരിട്ട് ഉപയോഗിക്കണം എന്നാണ്. ഇത് മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ടെമ്പർ കുറഞ്ഞ മാർബിള്, സോഫ്റ്റ് മാർബിളിലേക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മള് വൈപ്പർ വെച്ച് നിലത്ത് ഒഴിക്കുക. ഈവൻ കപ്പിലേക്കോ എന്തിലേക്കോ എടുത്തിട്ട് നിലത്ത് ഒഴിച്ചിട്ട് വൈപ്പർ വെച്ചിട്ട് നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്യുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വലിച്ചിടുക. അതുകൊണ്ട് എന്താ വെച്ചാൽ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. ഇതൊരു പച്ചവെള്ളം മാതിരിയുള്ള ഒരു കെമിക്കലാണ്. പക്ഷെ ഇതിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. അതായത് ഇത് മാർബിൾ ഇതങ്ങ് കുടിക്കും. അതോടുകൂടി ഇത് നല്ല ഹാർഡ് ആവും. അത് എത്ര വേണമെങ്കിലും ഒഴിക്കുന്നോ അത്രയും അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. 1 ടൈമോ 2 ടൈമോ 3 ടൈമോ ഒരു വീട്ടിലിപ്പോ എത്ര വട്ടം ഒഴിക്കുന്നോ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ട്. നല്ല റിസൾട്ട് ഉള്ള ഒരു സാധനമാണ്. കല്ല് നല്ല ടെമ്പറായി വരും. അതിനനുസരിച്ച് പോളിഷിങ് നല്ല ബ്രൈറ്റ് ആയിട്ട് വരും. ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ്? ഇതിപ്പോ ഒരു 1 ടൈം അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ കല്ലിന്റെ പിന്നെ സ്ട്രെങ്ത്തും കല്ല് അതായത് കുടിക്കുന്നതിനനുസരിച്ചൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. എങ്ങനെയായാലും ഒരു 1000 സ്ക്വയർ ഫീറ്റ് എന്തായാലും കവറേജ് ചെയ്യും 1 ടൈം. പിന്നീട് വീണ്ടും അത് ഒന്നും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 ലിറ്ററും കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അത് ക്ലയന്റിനെ അനുസരിച്ചിരിക്കും. രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പറഞ്ഞത്. ഇതിപ്പോ നമ്മളിത് സ്ട്രെങ്ത് കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ പോലും സ്ട്രെങ്ത് കൂടിയതാണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാലോ. നല്ല കാര്യം. ഏത് മാർബിളിൽ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കഴിഞ്ഞിട്ട് എന്താണ്? ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോക്സി. ഇതിലും അപ്പോക്സിയും അതായത് ഇതിന് ശേഷം വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ മുകളിലാണ് നമ്മൾ അപ്പോക്സി ചെയ്യേണ്ടത്. ഇത് ഇതിന്റെ റെസിനും ഇത് ഇതിന്റെ ഹാർഡനറുമാണ്. 2:1 എന്ന ലെവലിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതും ഇതിന്റെ പോലെ തന്നെ മാർബിളിന്റെ മേലെ വരുന്ന എല്ലാ കംപ്ലൈന്റുകളെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഫൈനലായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഷൈനിങ് കൂട്ടും. മുകളിൽ നിന്ന് വല്ല കറയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിടിക്കാൻ ഒരുപാട് ചാൻസ്. ഈവൻ വൈറ്റ് മാർബിൾ ആകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം ഇതല്ലാതെ വേറെ ഇല്ല. ഇത് രണ്ടുകൂടെ 2:1 എന്നുള്ള റേഷ്യോയില് വളരെ കുറച്ച് മാത്രം ഇതുപോലത്തെ ഒരു ലിറ്റർ ഉണ്ടെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന്റെ ഫ്ലോർ ഈസി കവർ ചെയ്യാൻ പറ്റും. ഒരു എന്താണ് 10x10 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു 100 ml കഷ്ടിച്ച് മതി. നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങളിപ്പോ കാണുന്നത് കഷ്ടിച്ച് 100 ml ആണ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പുട്ടി ബ്ലേഡ് വെച്ച് വലിക്കുക. അതെ നമ്മളെ പുട്ടി ബ്ലേഡ് വെച്ചിട്ട് കംപ്ലീറ്റ് എല്ലാ ഏരിയയിലേക്കും അപ്ലൈ ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ചോട്ടെ, ഇത് നമ്മുടെ സ്റ്റോൺ വണ്ടർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം എത്ര മണിക്കൂറിന് ശേഷമാണ് ഇത് ആപ്ലിക്കേഷൻ വരിക? 24 ഹവേഴ്സിന് ശേഷം. അതിനെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോൺ വണ്ടർ ഇന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ നമ്മൾ കംപ്ലീറ്റ് ഫ്ലോറിൽ സ്റ്റോൺ വണ്ടർ വെച്ചിട്ട് കഴിഞ്ഞ് നാളെ വന്നിട്ട് അത് നമ്മൾ റിമൂവ് ചെയ്യും. മെഷീൻ വെച്ചിട്ട് റിമൂവ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്യും. ഇത് എന്നിട്ട് എത്ര മണിക്കൂർ? ഈവൻ 24 ഹവേഴ്സ്. അത്രയൊന്നും വേണ്ട. എന്നാലും നമ്മളൊരു വർക്കിനെ ബേസ് ചെയ്തിട്ട് ഇരിക്കും. അതായത് മറ്റ് വർക്കേഴ്സ് ഒന്നും വരാത്ത സൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
നമുക്കത് 24 hours അവിടെ നിർത്തിവെക്കാം. അഥവാ അത് കഴിയുമ്പോഴത്തേക്ക് അത് വലിഞ്ഞങ്ങനെ അതെ അതെ, അത് കംപ്ലീറ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ പോളിഷിന്റെ പ്രോസസ്സിംഗ് ആയിട്ട്. ഇതിപ്പോ നമ്മള് ഫൈനൽ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മള് മാർബിൾ ഒക്കെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് പറയുന്നതാണ് പോളിഷ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. പോളിഷ് റീപോളിഷും ഒക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട സാധനമാണല്ലോ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടോ? അതായത് ഇത് എല്ലാ കെമിക്കൽസും ഇതിന്റെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാനം ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഓയിൽ പോളിഷ് എന്ന് പറയുന്നത്. അത് നമ്മളെ കയ്യിലുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് വെച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ A to Z നമ്മൾ പിന്നിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫൈനൽ ഇതിന്മേലേ കിട്ടുള്ളൂ. എന്തോന്ന് വെച്ചാൽ നമ്മള് ഷൈനിങ്, അതെ, ചേമ്പിന്റെ ഇലയിൽ വെള്ളം മാറുന്ന പോലുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ഇതിന്മേൽ വരുന്നത്. ഇത് എത്ര നാളത്തേക്കൊക്കെ ഇതിന്റെ ഒരു പോളിഷ്? ഇതെന്തായാലും ഒരു 6 മാസം വരെ ഇതിന്റെ ഒരു ഗ്ലേസിംഗിൽ ഇങ്ങനെ നിൽക്കും. പിന്നീട് നമ്മൾ മോപ്പിട്ട് നമ്മളെ വീട് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഒന്നുകൂടെ ചോദിച്ചാൽ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ കുറച്ചു കാലം ഇത് ഉപയോഗിച്ചു, റീപോളിഷ് ചെയ്യാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും റീപോളിഷ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ മുകളിൽ ലാസ്റ്റ് ആ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ഓയിൽ അടിക്കണം. അതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് അവരുടെ തന്നെ പ്രോഡക്റ്റ് അല്ലേ? സാൻഡാക്കിന്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഫ്ലോറിംഗ്. ഇന്ന് ടൈല് വർക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരിൽ പോലും എത്ര പേര് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ചോദിച്ചാൽ ഞങ്ങളുടെ അവിടെയാണ് കൊച്ചിയിൽ നിന്നൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാത്തവരെ നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടെ ഞങ്ങളുടെ ഏരിയയിൽ മാർബിൾ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഒരു മധ്യ കേരളം എന്ന് പറയുന്നത് മാർബിളിന് വലിയ പ്രചാരം ഇല്ലാത്തൊരു സ്ഥലമാണ്, ടൈലാണ്. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. വലിയ സ്ലാബുകൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ മാർബിള് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഉണ്ടാവുന്ന അതിന്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കാം. അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് കംപ്ലീറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് പ്രൈമർ അടിക്കണം, ദെൻ അതിനുശേഷം വരുന്നത് ക്രിസ്റ്റൽ ബോണ്ടിങ് വരുന്നു, ദെൻ വണ്ടർ കെമിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോൺ വണ്ടർ വരുന്നു, അതിനുശേഷം എപ്പോക്സി, ദെൻ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് ഒരു സാധനം ചെയ്യാന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കലാകാലം നിൽക്കും. അപ്പോൾ ഒരു നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നെറ്റ് വിളിക്കാം. ഇത് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു തരുന്നതിനപ്പുറം വേറൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാകും. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതിലേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ എഞ്ചിനീയർ.